എമ്പുരാനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പൾസർ സുനി വെളിപ്പെടുത്തലിന് കഴിയുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. മലയാളികളിൽ അത് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല. 24 വെട്ടിയെങ്കിലും UAയിൽ നോക്കുകയാണെങ്കിൽ അവെഞ്ചേഴ്സ് എന്ന ചിത്രത്തിന് ശേഷം 4 ലക്ഷം പ്രവേശനങ്ങൾ ഏറ്റവും വേഗത്തിൽ നേടുന്ന രണ്ടാമത്തെ അന്താരാഷ്ട്ര ചിത്രമായി മാറി എമ്പുരാൻ. കൂടാതെ UAയിലെ 4ാമത്തെ ഉയർന്ന പ്രവേശനമുള്ള ചിത്രവും നമ്മുടെ മലയാള സിനിമയായ എമ്പുരാനാണ്. ചിലപ്പോഴൊക്കെ നിശബ്ദത കരുത്തുള്ള നിലപാടാണ്. അതുകൊണ്ടാകും തിരക്കഥാകൃത്തും സംവിധായകനും ഈ സന്ദർഭം മുൻകൂട്ടി കണ്ട് പ്രതികരണമൊന്നുമില്ലാതെ സ്വമേധയാ സിനിമയിലെ 24 വെട്ടും നടത്തി. സിനിമയിലൂടെ പറയാൻ ആഗ്രഹിച്ചതെല്ലാം മാധ്യമങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിച്ചു. ജനമനസ്സിൽ മാറിയ ഓരോ കഷ്ണവും കാണാപ്പാടമാക്കി കൊടുത്തു. സിനിമ റെക്കോർഡ് കളക്ഷനും നേടി. സിനിമയിൽ കണ്ടതിൻ്റെ സാമ്പിൾ നടത്തി കാണിച്ചതുപോലെയായി. ഇതിപ്പോൾ അങ്ങോട്ട് ചെന്ന് വിലങ്ങ് വെച്ച് ജനസമ്മതി നേടിയതുപോലെയാണ് എമ്പുരാൻ്റെ 24 വെട്ട്. 51 കട്ട്സ്, TP ചന്ദ്രശേഖരൻ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലുള്ള പല ചിത്രങ്ങളും റിലീസ് ആവശ്യപ്പെട്ടു തുടങ്ങി. കൂടാതെ സബർമതി റിപ്പോർട്ട്, കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി, ആർട്ടിക്കിൾ 370, ആക്സിഡൻ്റൽ PM ഒന്നുകൂടെ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ആൻറ്റി ഹിന്ദു നറേറ്റീവുള്ള എമ്പുരാൻ നാളെ പലരിലേക്കും ഇൻഡയറക്ട്ലി വിരൽ ചൂണ്ടും. അതും എമ്പുരാൻ്റെ ഹിഡൻ അജണ്ട ആകാം. ഇതിനിടയ്ക്ക് ട്രംപുരാൻ്റെ വരവും ഇന്ത്യക്ക് പുതിയ ടാരിഫിൻ്റെ അടിയും ശ്രദ്ധയിൽപ്പെടാതെ പോകരുതേ.